കോഴിക്കോട്ടെ പക്ഷി നിരീക്ഷകരുടെയും ഫോട്ടോഗ്രാഫർമാരുടെയും കൂട്ടായ്മയായ ബേർഡേഴ്സിന്റെ ചിറകടികൾ എന്ന പേരിലുള്ള ചിത്രപ്രദർശനം ശ്രദ്ധ നേടുന്നു. കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറി നടക്കുന്ന ചിത്രപ്രദർശനത്തിൽ 13 ഫോട്ടോഗ്രാഫേഴ്സിന്റെ 45 ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ജാഗ്രതയോടെ ഇര പിടിക്കാൻ കാത്തുനിൽക്കുന്ന വെള്ളിയെറിയൻ പക്ഷി, തപസ്സിരിക്കും പോലെ ഇരുകാലുകളും നിലത്തു മടക്കിയിരിക്കുന്ന ഞണ്ടുണ്ണി പക്ഷി, ദേശാടന പക്ഷികൾ. അപൂർവ ഇനം പക്ഷികളുടെ ചിത്രങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ചിറകടികൾ എന്ന പക്ഷി ചിത്ര പ്രദർശനം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ രാജഹംസം എന്ന് പറഞ്ഞൊരു പക്ഷി വന്നിട്ടുണ്ടായിരുന്നു. ആ പക്ഷി ഇവിടെ മരണപ്പെടുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു പക്ഷി ഇവിടെ വന്നു. നമ്മുടെ കടൽ തീരത്ത് വളരെ അപൂർവമായിട്ട് വരുന്നൊരു പക്ഷിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ദുഃഖത്തിൽ പക്ഷി സ്നേഹികളായിട്ടുള്ള കുറച്ച് ആൾക്കാർ നമ്മൾ ഒത്തുകൂടുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു ഒത്തുകൂടലിൽ കാലിക്കറ്റ് ബേർഡേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായി. അതൊരു ഇപ്പോൾ കുറേ അംഗങ്ങളുള്ളൊരു വലിയ ഗ്രൂപ്പാണ്. ആ ഒരു വലിയ ഗ്രൂപ്പിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, ഒന്നിച്ച് യാത്ര ചെയ്യുന്നവർ, എന്നും നമ്മുടെ വിശേഷങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നവർ, അങ്ങനെയുള്ള ആൾക്കാർ ഒന്നിച്ചു കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാവുകയും ആ ഗ്രൂപ്പിന് ആ ഒരു ഗ്രൂപ്പാണ് ചിറകടികൾ എന്ന് പറയുന്നത്. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അധ്യാപകർ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരും വിദ്യാർത്ഥികളും വീട്ടമ്മമാരും പ്രായഭേദമന്യേ കോഴിക്കോട് ബേർഡേഴ്സിൽ അംഗങ്ങളാണ്. കഴിഞ്ഞ ഒരു വർഷ കാലയളവിനിടയിൽ കൂട്ടായ്മയിലെ അംഗങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പകർത്തിയ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. തുടർച്ചയായ 3-ാം വർഷമാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. പൊതുജനങ്ങളിൽ പക്ഷിമൃഗാദികളോടും പ്രകൃതിയോടുമുള്ള സ്നേഹം വളർത്തുക, അവയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടാണ് കൂട്ടായ്മ ചിത്ര പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് പക്ഷികൾ നമ്മളിവിടെ വരുന്നതെന്നും അത് എന്തൊക്കെ ഉപകാരങ്ങൾ നമുക്ക് തരുന്നുണ്ടെന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു വ്യക്തമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു എക്സിബിഷനിലൂടെ മുഖ്യ ലക്ഷ്യം. അപ്പോൾ അത് കഴിഞ്ഞ 2 എക്സിബിഷനിലും നമ്മൾ വളരെയധികം സന്തോഷത്തോടെ അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നല്ലൊരു രീതിയിൽ അവയർനെസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോ ചിത്രങ്ങൾ പകർത്താനും കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുകയും മണിക്കൂറുകൾ കാത്തിരിക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നും ടീം അംഗങ്ങൾ പറയുന്നു. നമ്മൾ ഓരോ ചിത്രത്തിന് വേണ്ടിയിട്ടും ഓരോ സ്ഥലങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. മെയിൻലി ഗ്രൂപ്പിൽ ആരെങ്കിലും ഒരു മെസ്സേജ് അയക്കും, ഇന്ന സ്ഥലത്ത് പോകണം. അപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ട് പോകും. അതുപോലെ ഉൾക്കാട്ടിൽ ഫോട്ടോ എടുക്കാൻ പോകാറുണ്ട്. ഉൾക്കടലിലുള്ള പക്ഷികളുടെ ഫോട്ടോസ് ഇവിടെ ഉണ്ട്. അപ്പം എല്ലാത്തിനും ഓരോ ടൈപ്പ് എഫേർട്ടാണ്. ചില ഫ്രെയിമുകൾക്ക് വേണ്ടി ചിലപ്പോൾ 2-3 മണിക്കൂർ കാത്തിരിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് ഓരോ പടത്തിൻ്റെ. പിന്നെ ചില പടങ്ങൾ എന്താ പറയുക, നമ്മൾ പോകുമ്പം അപ്രതീക്ഷിതമായി കിട്ടുന്ന പടങ്ങളുണ്ട്. ഈ മാസം 13-ന് ആരംഭിച്ച പ്രദർശനം 18-ന് അവസാനിക്കും. വരും വർഷങ്ങളിലും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പക്ഷിചിത്ര പ്രദർശനങ്ങളും പ്രകൃതി പക്ഷി സംരക്ഷണത്തിനായി കൂടുതൽ ഇടപെടലുകളും നടത്താനാണ് കോഴിക്കോട് ബേർഡേഴ്സിന്റെ തീരുമാനം. ന്യൂസ് മലയാളം, കോഴിക്കോട്.